പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായി നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവജനങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവ് പറഞ്ഞ ഒരു ദൂത് നിങ്ങളുമായി കൈമാറിയിട്ട് ഞാൻ ഈ ക്ലിപ്പ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ വചനത്തിൽ നിന്നും സങ്കീർത്തനങ്ങളുടെ പുസ്തകം 84 അധ്യായം അതിൻ്റെ 6 വാക്യം ഇങ്ങനെ വായിക്കുന്നു: കണ്ണുനീരിൽ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി മാറ്റുന്നു, മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി മാറ്റുന്നു. ആർക്കാണ് കണ്ണുനീരുള്ളത്? ആരാണ് അതിനെ ജലാശയമാക്കി മാറ്റുന്നത്? ഈ രണ്ട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ചിന്തിപ്പാൻ കഴിയും. ഈ സങ്കീർത്തനത്തിൽ തന്നെ അതിൻ്റെ 4 വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും, നിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യന്മാർ. അതിൻ്റെ 5 വാക്യം അതിൻ്റെ ആദ്യ സെൻറ്റൻസ് വായിക്കുന്നു: ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ ഈ ഭാഗ്യവാനായ മനുഷ്യനാണ് കണ്ണുനീരിൽ കൂടി താഴ്വരയിൽ കൂടി കടന്നു പോയാലും അവിടെ ദൈവം അതിനെ ജലാശയമാക്കി മാറ്റാൻ കാരണം അവനൊരു ഭാഗ്യ പദവിയിൽ എത്തപ്പെടുവാനിടയായി മാറി. എന്തുകൊണ്ടാണ് അവിടെ കണ്ണുനീര് ജലാശയമാക്കാൻ കാരണം? 2 സ്വഭാവങ്ങൾ അവിടെ വെളിപ്പെട്ടു. എന്താണ്? 4 അധ്യായം അതിൻ്റെ 2 സെൻറ്റൻസ് വായിക്കുമ്പോൾ, ആലയത്തിൽ വസിക്കുന്നവർ നിത്യം ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ സ്തുതിക്കുന്നവന് അനുഗ്രഹമുണ്ട് എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. 2, ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞതിന് ശേഷം അതിൻ്റെ 5 വാക്യത്തിൽ പറയുകയാണ്, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട് എന്ന് കാണുവാൻ കഴിയും. അത് അക്ഷരീയമായ നിലയിൽ അവൻ്റെ മനസ്സിലാണ് അതിൻ്റെ വഴികൾ വെളിപ്പെട്ടു വരുന്നത്. ഇങ്ങനെയുള്ള മനുഷ്യരുടെ ജീവിതത്തിൻ്റെ അകത്ത് കണ്ണുനീരിൽ കൂടി താഴ്വരയിൽ കൂടി കടന്നു പോയാലും അവർ ദൈവത്തിലുള്ള ആശ്രയത്വം നിമിത്തം, വിശ്വാസ നിമിത്തം അതിനെ ജലാശയമാക്കി മാറ്റുകയും മുൻമഴയാൽ അത് അനുഗ്രഹപൂർവ്വമാക്കി മാറ്റുകയും ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ എൻ്റെ സംഭാഷണം കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ, ഈ 84 സങ്കീർത്തനം വളരെ കൂട്ടരെ നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അവരുടെ കണ്ണുനീരുടെ താഴ്വരകളെ ജലാശയമാക്കുന്നവരാണ് സങ്കടങ്ങളിലും പ്രയാസങ്ങളിലും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും കടന്നു പോകുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ ആ ദൈവവൈതലിനോട് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാ കൈമാറുകയാണ്, നിങ്ങൾ സാഹചര്യങ്ങളോട് പിണങ്ങാതെ, നിങ്ങൾ സാഹചര്യങ്ങളോട് ഇണങ്ങിച്ചേരുന്നവരായി മാറുക. ദൈവം നിങ്ങളുടെ കൂടെയുണ്ടെന്ന് ആഴത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആഴം അളക്കാൻ ഒരുപക്ഷെ ദൈവം നമ്മെ പരീക്ഷിച്ചിരിക്കും. ആ പരീക്ഷാഘട്ടങ്ങളിൽ ഒരിക്കലും നാം വീണു പോകാതെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ദുഃഖത്തിൻ്റെയും നെടുവീർപ്പിൻ്റെയും പ്രതിസന്ധിയുടെയും പ്രശ്നങ്ങളുടെയും മധ്യയാണ് ഒരുപക്ഷെ താങ്കൾ കടന്നു പോകുന്നതെങ്കിൽ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയം വെച്ചാൽ, വിശ്വാസം അർപ്പിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ കണ്ണുനീരിനെ ഒപ്പാൻ എൻ്റെ ദൈവത്തിന് കഴിയും. താൽക്കാലികമായ ഒരാശ്വാസമല്ല ദൈവവചനം ഇതിൽ നിന്നും നമുക്ക് പ്രദാനം ചെയ്യുന്നത്. താൽക്കാലികമായ ഒരു സമാധാനവുമല്ല ദൈവവചനം ഇതിൽ കൂടി പ്രദാനം ചെയ്യുന്നത്. നിത്യമായത് നിലനിൽക്കുന്നതുമായ ആശ്വാസവും സമാധാനവും നമ്മുടെ ഹൃദയത്തിലേക്ക് വ്യാപരിപ്പാനിടയായി മാറും. അങ്ങനെയാണെങ്കിൽ നിത്യമായ ആശ്വാസവും ബലം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് നിത്യമായത് സമാധാനവും നിത്യമായ ആശ്വാസവും നമുക്ക് പ്രാപിക്കാൻ കഴിയൂ. ഏത് തീച്ചുള്ളയുടെ നടുവിൽ കടന്നു പോയാലും നമുക്ക് നിലനിൽക്കാൻ കഴിയണമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. അതിനെ മുറുകെ പിടിക്കുക. ഈ വചനം ഈ പ്രഭാതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. മാറാനാഥ.